ഹായ് ഫ്രണ്ട്സ്, അസ്സാം വലൈക്കും. വെൽക്കം ടു മൈ ചാനൽ. എൻ്റെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ പ്ലീസ്. അപ്പോൾ ശരി, ഞാനിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ചിക്കൻ ബിരിയാണിയാണ് കേട്ടോ. അതും ചിക്കൻ വറുത്തിട്ടുള്ള ചിക്കൻ ബിരിയാണി. എങ്കിൽ നമുക്കത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഞാനൊരു 4 കിലോ ചിക്കനാണ് എടുത്തിട്ടുള്ളത്. പെരുന്നാളല്ലായിരുന്നോ, പെരുന്നാളിൻ്റെ അന്നുണ്ടാക്കി ചിക്കൻ ബിരിയാണിയുടെ റെസിപ്പിയാണ് കേട്ടോ ഞാൻ ഇടുന്നത്. ഒരു 3 കിലോ അരിക്ക് 4 കിലോ ചിക്കനാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. അതിനുള്ള മസാലയാണ് ഞാൻ പറയുന്നത്. മുളക് പൊടി, പെരിഞ്ജീരകം, ചിക്കൻ മസാല, കോൺഫ്ലോർ, മഞ്ഞൾപ്പൊടി, കുറച്ച് ഉപ്പും ചേർത്ത് നല്ലതുപോലെ ഒന്ന് വെളിച്ചെണ്ണയിൽ കുഴച്ചെടുക്കാം. വെളിച്ചെണ്ണയിൽ കുഴച്ചെടുക്കണത് എന്താണെന്നറിയോ? നമ്മൾ വെള്ളത്തിൽ കുഴച്ചെടുത്തിട്ടുണ്ടെങ്കിൽ എണ്ണയിലിട്ട് വറുത്തെടുക്കുമ്പോഴത്തേക്കും അതിൻ്റെ അരപ്പ് മൊത്തവും നമുക്കങ്ങ് പോവും. പിന്നെ ചിക്കൻ വെളുത്തിരിക്കുന്ന പോലെ ആയിരിക്കും ഇരിക്കണേ. അതുകൊണ്ടാണ് നമ്മൾ വെളിച്ചെണ്ണയിൽ കുഴച്ചെടുക്കുന്നത്. നല്ല തിക്ക് പേസ്റ്റ് പോലെ ഇതുപോലെ കുഴച്ചെടുക്കണം. ഇനി നമുക്കിതിനകത്തേക്ക് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി കുറച്ച് തൈരും കൂടെ ആഡ് ചെയ്യാം. ചിക്കൻ നല്ല സോഫ്റ്റ് ആവാനാണ് കേട്ടോ തൈരും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. തൈരും കൂടെ ആഡ് ചെയ്ത് നല്ലതുപോലെ ഒന്ന് കുഴച്ചിട്ട് നമുക്ക് ചിക്കനിലേക്ക് ഈ അരപ്പൊന്ന് നല്ലപോലെ പുരട്ടി കൊടുത്തിട്ട് ഒരു അരമണിക്കൂർ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം കേട്ടോ. അരമണിക്കൂറോ 1 മണിക്കൂറോ ഓരോരുത്തരുടെ ഇഷ്ടം അനുസരിച്ച് എത്ര നേരം വേണമെങ്കിലും വെക്കാം. ഞാനിപ്പോൾ ഇതൊരു അരമണിക്കൂർ മാത്രമേ വെച്ചിട്ടുള്ളൂ. ഇനി ഇത് റെസ്റ്റ് ചെയ്യാൻ വെക്കുന്ന നേരം നോക്കി നമുക്ക് ചിക്കൻ വറുക്കാനുള്ള എടുക്കുന്ന എണ്ണയിൽ ഫസ്റ്റ് ഉള്ളി ഒന്ന് വറുത്തെടുക്കാം. ഉള്ളി വറുത്തിട്ടാണ് കേട്ടോ ഞാനിത് വെക്കുന്നത്. കുറച്ച് ഉള്ളി നമുക്ക് ചോറിലേക്ക് ആവശ്യത്തിന് വേണ്ടിയാണ് എടുത്തേക്കുന്നത്. അപ്പം നമുക്ക് നല്ലപോലെ ഉള്ളി ഇതുപോലൊന്ന് വറുത്തെടുക്കാം. അതിനകത്തേക്ക് നമുക്ക് ചിക്കനും കൂടെ ഒന്ന് വറുത്തെടുക്കാം. അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെച്ചതിന് ശേഷമാണ് കേട്ടോ ചിക്കൻ ഞാൻ വറുത്തെടുത്തിട്ടുള്ളത്. നല്ല ഡീപ്പ് ഫ്രൈ ഒന്നും ആവേണ്ട, ഇതുപോലെ ആയാൽ മാത്രം മതി. അതിനകത്തുള്ള ബാക്കി എണ്ണയിലേക്ക് നമ്മൾ വറുത്തെടുത്ത് വെച്ചിരിക്കുന്ന ഉള്ളിയും കൂടെ ചേർത്തിട്ട് നല്ലതുപോലെ നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിനകത്തേക്ക് നമുക്ക് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഇതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കനും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിനകത്തേക്കുള്ള പൊടികളിടാം. മല്ലിപ്പൊടിയും കുരുമുളക് പൊടിയും കുറച്ച് ഗരം മസാലയുമാണ് ആഡ് ചേർക്കുന്നത്. അത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി വറുത്ത് വെച്ചിരിക്കുന്ന ചിക്കനും കൂടി ഇതിനകത്തേക്ക് തട്ടിയിട്ട് കൊടുക്കാം. ആ ചിക്കൻ തട്ടിയിടുന്ന പാത്രത്തിലെ എണ്ണയുടെ ഇതിനകത്തൂടെ ഞാനൊരു ശകലം വെള്ളവും കൂടി ചേർത്തിട്ടുണ്ടായിരുന്നു. അത് ഈ വീഡിയോയിൽ സ്കിപ്പായി പോയിട്ടുണ്ട്. അതുകൊണ്ട് ഒന്ന് ക്ഷമിച്ചേക്കണേ. ഞാനതിനകത്ത് കുറച്ച് വെള്ളവും കൂടി വീട്ടിയിട്ട് നല്ലതുപോലെ ഒന്ന്, ഒരുപാട് വെള്ളം വേണ്ട, ശകലം വിത്തിയാൽ മതി. നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുത്താൽ മാത്രം മതി. നമ്മളുടെ ഗ്രേവി ഇവിടെ തയ്യാറായിട്ടുണ്ട്. ചോറ് ഞാൻ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നേ. ഈ ചോറിലേക്ക് നമുക്ക് ഫസ്റ്റ് ലെയർ നല്ലപോലുള്ള ആ ചിക്കൻ്റെ മസാലയും, രണ്ടാമത്തെ ലെയർ ചോറും, പിന്നെ അതിന് ശേഷവും കുറച്ച് ചിക്കൻ്റെ മസാലയും ചേർത്ത് അങ്ങനെ 3 ലെയറായിട്ടാണ് ഞാൻ വെച്ചിട്ടുള്ളത്. അതിനകത്തേക്ക് കുറച്ച് ക്യാപ്സിക്കം, പൈനാപ്പിള്, വറുത്ത ഉള്ളി, കുറച്ച് മല്ലിയില, ഇതെല്ലാം കൂടെ ചേർത്തിട്ട് നമ്മളൊന്ന് അടച്ച് വെച്ച് ചെറു തീയിലൊന്ന് ഇട്ടിരുന്നിട്ട് പിന്നെ അത് എടുക്കുമ്പോൾ നമ്മൾ ചോറ് റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. നല്ല അടിപൊളി ബിരിയാണിയാണ്. നിങ്ങൾ ചിക്കൻ ബിരിയാണി ഇതുപോലൊന്ന് വെച്ച് നോക്കണം. എന്തായാലും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുവാണെങ്കിൽ എൻ്റെ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ.
അപ്പോൾ നിങ്ങൾക്കിത് ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ.